നീറ്റ് പരീക്ഷാ വിവാദത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കൂടുതൽ സംഘടനകൾ രംഗത്ത്. ചോദ്യപേപ്പർ ചോർന്നുവെന്ന പരാതി CBI അന്വേഷിക്കണമെന്ന് IMA ജൂനിയർ ഡോക്ടേഴ്സ് നെറ്റ്വർക്ക് ആവശ്യപ്പെട്ടു. കോൺഗ്രസ് ഹരിയാന പോലീസിൽ പരാതി നൽകി സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. MSF അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. അച്യുതൻ, ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില ക്രമക്കേട് ഉണ്ടായതായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സംഘടനകൾ രംഗത്ത് വരികയാണല്ലോ. എന്താണ് നിലവിലെ സാഹചര്യം? ഗോപികൃഷ്ണൻ, ഈ 60-ലധികം പേർക്ക് ഒന്നാം റാങ്ക് ലഭിച്ചതോടുകൂടിയാണ് ഈ നീറ്റ് പരീക്ഷാ ഫലം അതൊരു വിവാദത്തിലേക്ക് എത്തിയത്. നേരത്തെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമായിരുന്നു വിദ്യാഭ്യാസ മന്ത്രാലയത്തെ സമീപിച്ചത്. ആ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത് ഇതിലൊരു അട്ടിമറി നടന്നിട്ടുണ്ട്, അതിലൊരു നടപടി വേണം എന്നൊരു ആവശ്യമായിരുന്നു പരാതിയിൽ ഉന്നയിച്ചത്. എന്നാൽ ഇപ്പോൾ നിയമ നടപടിക്കും മറ്റ് നീക്കങ്ങളുമായി കൂടി പല സംഘടനകളും പാർട്ടികളും രംഗത്ത് വരികയാണ്. ഇതിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട IMA ജൂനിയർ ഡോക്ടേഴ്സ് നെറ്റ്വർക്ക് രംഗത്തെത്തിയിരിക്കുകയാണ്. അതായത് അവരുന്നയിക്കുന്ന ഒരു ആശങ്ക, ഈ ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ള ഒരു സംശയമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിലൊരു CBI അന്വേഷണം വേണമെന്നാണ് ആ സംഘടന ആവശ്യപ്പെടുന്നത്. എന്നാൽ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം, അതാണ് കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ഹരിയാനയിലെ ഒരു സെന്റർ ഇത്തരത്തിൽ ഈ ചോദ്യപേപ്പർ ചോർച്ചയടക്കമുള്ള കാര്യങ്ങളിൽ പ്രവർത്തിച്ചു എന്നുള്ളൊരു ആരോപണം ഈ ഫലവുമായി ചുറ്റിപ്പറ്റി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹരിയാനയിലെ സെന്ററിനെ കുറിച്ച് അന്വേഷണം വേണമെന്നൊരാവശ്യം ഹരിയാന പോലീസിന് ഒരു പരാതിയായി ലഭിച്ചിട്ടുണ്ട്. MSF ആകട്ടെ സുപ്രീം കോടതിയെ നിയമ നടപടിക്കായി സുപ്രീം കോടതിയെ സമീപിക്കാനാണ് ഒരുങ്ങുന്നത്. അതായത് നീറ്റ് പരീക്ഷയിലെ അപാകതകൾ ഉടൻ പരിഹരിക്കണമെന്നൊരാവശ്യപ്പെട്ടുകൊണ്ട് ഹർജി നൽകുവാനാണ് MSF തയ്യാറെടുക്കുന്നത്. അതിൽ ഈ ഹരിയാന സെന്ററിനെ കുറിച്ചുള്ള ഈ പരാമർശങ്ങളും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആ സെന്റർ പലതരത്തിലുള്ള ക്രമക്കേടുകളും അത് ഇത്തരത്തിൽ ഫലം അട്ടിമറിക്കുന്നതിലേക്ക് കാരണമായി എന്നുകൂടി ആശങ്കകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും പല സംഘടനകളും പാർട്ടികളും ഇപ്പോൾ നിയമ നടപടിക്കും മറ്റു പരാതികളുമായി രംഗത്ത് വരികയാണ്. ഗോപികൃഷ്ണൻ. ശരി, അച്യുതൻ ആണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.